പ്രഗ്നൻസിയുടെ 5th മന്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് നെയ്സേവ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ ചെയ്തതുകൊണ്ട് പ്രഗ്നൻസിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാട്ടോ. എല്ലാവരും ഒന്നിച്ചു കൂടി ചെയ്യുന്ന ചില ചടങ്ങുകൾ എന്തിനാ വെറുതെ ഒഴിവാക്കുന്നതല്ലേ? നമുക്കെല്ലാവർക്കും നമ്മളുടെ നാട്ടിൽ സ്വന്തം ഇഷ്ടമുള്ളൊരു അമ്പലം ഉണ്ടാവില്ലേ? അതുപോലുള്ളൊരു എൻ്റെ നാട്ടിലെ അമ്പലമാണിത്. പിറന്നാളിനും നവമിക്ക് ഗ്രന്ഥം വെക്കാനൊക്കെ ഈ ഒരു അമ്പലത്തിലാണ് വരാറ്. കുട്സ് ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അതും ആ ഒരു 6 മണി പുലർച്ചെ സമയത്ത് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കാൻ. കമ്മിങ് ബാക്ക് ടു നെയ്സേവ. ഈ ഒരു 5ാം മാസത്തിൽ നമ്മൾ നല്ലൊരു ദിവസവും നല്ലൊരു സമയവും ജ്യോതിഷനെ കൊണ്ട് കാണും. ആ ഒരു ദിവസത്തെ ആ ഒരു സമയത്തിനുള്ളിൽ കാലി വയറിൽ കഴിക്കാനുള്ള നെയ്യും കൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകും. ഈ നെയ്യ് നിങ്ങൾക്കൊന്നിക്കിൽ കടയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോവാം. എനിക്ക് എൻ്റെ വല്യമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ശുദ്ധമായ പശുവിൻ നെയ്യാണ് കയ്യിൽ. ഇത് നമ്മൾ നമ്പൂതിരിനെ ഏൽപ്പിക്കുകയും നമ്പൂതിരി അത് പൂജയൊക്കെ ചെയ്ത് നമുക്ക് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം നമ്മൾ ആദ്യമായി കഴിക്കുന്നത് ആ പൂജിച്ച നെയ്യായിരിക്കും. വരും ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ രാവിലെ തന്നെ കുളിച്ച് നമ്മൾ ആദ്യം കഴിക്കേണ്ടത് ഈ നെയ്യാണ്. പറയാൻ സുഖമുണ്ടെങ്കിലും പക്ഷെ കഴിക്കാൻ എനിക്കത്ര വലിയ സുഖം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ല നെയ്യാണ്, പക്ഷെ രാവിലെ തന്നെ നെയ്യ് കയറ്റുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്യും. ആ അമ്പലത്തിൽ നിന്ന് നെയ്യും കഴിച്ച് നമ്മൾ പിന്നെയും 3 അമ്പലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭക്തിമയമായ ഒരു ദിവസമായിരുന്നു ഇത്.